ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ലക്ഷ്മിയെയും മസ്താനെയും നന്നായിട്ട് പൊരിക്കുന്നുണ്ട് ലാലേട്ടൻ. കാരണം എല്ലാവർക്കും അറിയായിരുന്നു ഈ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമെന്ന്. വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആദിലയും നൂറയും വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളില്ല എന്നൊരു വേർഡ് നമ്മുടെ ലക്ഷ്മി പറഞ്ഞിരുന്നു. ലാലേട്ടൻ അത് ലക്ഷ്മിയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്ത് അവകാശം അങ്ങനെ പറയാനായിട്ട്? ഞാൻ എൻ്റെ വീട്ടിൽ അവരെ കയറ്റുമല്ലോ, നിങ്ങൾക്ക് എന്താണ് കുഴപ്പം? നിങ്ങൾക്ക് രണ്ട് പേർക്കും മാത്രമുള്ളല്ലോ ഇത്ര പ്രശ്നം എന്ന് പറയുന്നുണ്ട്. ലക്ഷ്മിയോട് ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, എനിക്കതിൽ വിയോജിപ്പുണ്ട് ലാലേട്ടാ, അങ്ങനെ പറയുന്നുണ്ട്. അതായത് മസ്താനിക്കും പറയുന്നുണ്ട്, ഞങ്ങൾക്കതിൽ വിയോജിപ്പുണ്ട്. നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ എന്താ പ്രശ്നം? നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിക്കോളൂ എന്ന് ലാലേട്ടൻ തീർത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് രണ്ടിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തിരിക്കും. ഒന്നുമില്ലെങ്കിൽ ഇവിടെ നിൽക്കുക, അല്ലെങ്കിൽ ഇങ്ങനത്തെ വേർഡുകൾ പറയാതിരിക്കുക. എന്തായാലും എല്ലാവരും ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് ലാലേട്ടൻ്റെ ഈ ഒരു സംസാരം കേട്ടിട്ട്. ആദില നൂറയുടെ മുഖത്ത് നല്ല വിഷമവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ട്. കാരണം അവർ അതിന് അപ്പോൾ ഒന്നും റെസ്പോണ്ട് ചെയ്തിരുന്നില്ല. അവർക്കറിയാം ലാലേട്ടൻ വരുന്ന ഈ എപ്പിസോഡിൽ എന്തായാലും ഈ കാര്യം ചർച്ച ചെയ്യുമെന്ന്. ലക്ഷ്മി അവിടെ നിന്ന് വെള്ളം കുടിക്കുന്നുണ്ട്, റിപ്ലൈ ഒന്നും കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. മസ്താനി ഉരുണ്ട് കളിക്കുന്നുണ്ട്. മസ്താനി മിക്കവാറും അത് ലക്ഷ്മിയുടെ തലയിലിട്ട് വെച്ച് കൊടുക്കും. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു സംസാരം വളരെയധികം നമ്മളെ ഹേർട്ട് ചെയ്യുന്നൊരു സംസാരമാണ്. വീട്ടിൽ പോലും കയറ്റാൻ കൊള്ളില്ല എന്നൊക്കെയാണ് ലക്ഷ്മി ആദില നൂറയെ പറഞ്ഞിരിക്കുന്നത്. ലാലേട്ടൻ എന്തായാലും തക്കതായിട്ടുള്ള മറുപടി തന്നെ കൊടുക്കുന്നുണ്ട്. എൻ്റെ വീട്ടിൽ ഞാൻ കയറ്റും അവരെ എന്നും വരെ ലാലേട്ടൻ പറയുന്നുണ്ട്. സോ ഇതിൽ കൂടുതൽ എന്താണ് നമ്മുടെ ആദിലയ്ക്കും നൂറയ്ക്കും കിട്ടേണ്ടത്? ലാലേട്ടൻ വീട്ടിലേക്ക് കയറ്റും എന്നുള്ളൊരു ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലക്ഷ്മി എന്തായാലും ഈ എപ്പിസോഡിൽ ലാലേട്ടൻ്റെ സംസാരത്തിലൂടെ എന്തായാലും മനസ്സിലാക്കിയിരിക്കും. ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ ഒന്ന് സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ നന്നായിരിക്കും ലക്ഷ്മി. കാരണം ഇപ്പോൾ ഒന്ന് രണ്ട് കണ്ടസ്റ്റൻസിനോടും ലക്ഷ്മി ഇതേ ഒരു ബിഹേവിയറാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ലാലേട്ടൻ പ്രൊമോയിൽ കാണിക്കുന്നത് നന്നായിട്ട് പൊരിക്കുന്ന ഒരു എപ്പിസോഡാണ് ഈ വരുന്നത്. ഇങ്ങനെ തന്നെയായിരിക്കണം ലാലേട്ടൻ റെസ്പോണ്ട് ചെയ്യേണ്ടത്. ഇതെല്ലാം പ്രേക്ഷകരും കാത്തിരുന്നൊരു നിമിഷമാണ്. കാരണം മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന സംസാരങ്ങൾ നമ്മുടെ കണ്ടസ്റ്റൻ്റിൻ്റെ ഭാഗത്തുനിന്നും കുറച്ചെങ്കിലും കുറവുണ്ടാവും ഈ ഒരു എപ്പിസോഡ് കണ്ടതിന് ശേഷം. കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് കാത്തിരിക്കുക.